ഓ ഇവിടെ ഒരുത്തിയുണ്ട്. ഏത് നേരം നോക്കിയാലും അവളുടെ കയ്യിലും കാലിലും മുഖത്തൊക്കെ എന്തേലും ഒക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. അതാണ് അവളുടെ പണി. ഓ ഈ അമ്മ കണ്ടവരെ മുഴുവൻ വിളിച്ച് പറയണു എന്റെ കാര്യങ്ങൾ. വെറുതെ അല്ല, എന്തൊക്കെ ചെയ്തിട്ടും എന്റെ സ്കിന്നൊന്നും ഒരു ഭംഗി വരാത്തത്. ഇതിനൊക്കെ കെട്ടിച്ചുവിട്ടിട്ട് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണാവോ? ഞാൻ അതിനടുത്തൊന്നും കെട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും കെട്ടിച്ചുവിട്ടിട്ട് എന്ത് കാര്യം? എല്ലാ ദിവസവും പ്രശ്നം തീർക്കാൻ അങ്ങോട്ട് പോകേണ്ടി വരും. അവളുടെ സ്വഭാവം അങ്ങനെയാണല്ല. ഇവരെന്നെ ദത്തെടുത്താണ് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യര് പറയൂ? അത് സ്വന്തം അമ്മ ദത്തെടുത്താന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്നാ എന്റെ മോൻ എന്നാ മിടുക്കനാണ്. ഇതുവരെ അവന് വേണ്ടി ഞാനിവിടെ ഒരു ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഞങ്ങളുടെ തലക്ക് വേറെ മോനുണ്ടാ? എന്റെ ചേട്ടനാണ് ഉദ്ദേശിച്ചെങ്കിൽ ചേട്ടൻ ദുബായിക്ക് പോണ വരെ പാവൻ ചേട്ടനെ വറവ് ചട്ടിയിലിട്ട് വറക്കായിരുന്നു. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ബെഡ്റൂമ കൊണ്ടേ നനഞ്ഞ തോർത്തും മാറിയ തുണി ഇടരുതെന്ന്. ഇതെന്താണ് വീടാ നിനക്ക് ആടാ? ആരാടാ ഫോണില്? തുറക്കടാ, വാതിൽ തുറക്കടാ. ഏത് ഫ്രണ്ടാടാ? ഏത് ഡ്രസ്സാണ് ഇട്ടേക്കണെന്ന് ചോദിക്കണേ. ഏത് ഫ്രണ്ടാണ് നിനക്കുള്ളത്? തുറക്കണം, തുറക്കാൻ പറ്റില്ല മോനെ, പറ്റില്ല. ഫ്രണ്ട്സ് ഒക്കെ പോണുണ്ടമ്മേ. ആ ഫ്രണ്ട്സ് ഒക്കെ പോയിക്കോട്ടെ, പക്ഷെ നിനക്ക് സിനിമക്ക് പോകാൻ അനുവാദമില്ല. നിന്റെ അച്ഛൻ ചോദിക്കും നീയല്ലേടി അവനെ വിട്ടതെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? അതുകൊണ്ട് പറ്റൂല. ഈ സിനിമക്കൊക്കെ പോയി നടന്നാണ് ആൾക്കാര് വഴി തെറ്റിപ്പോണത്. അതുകൊണ്ട് അത് ഇവിടെ നടക്കൂല. ഒരു പ്ലേസും ഇല്ല. എന്നോട് ചോദിക്കണ്ട. പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല എന്ന് തന്നെയാണ് അർത്ഥം കേട്ടാ. ഞാനാ ഇവിടെ വേലക്കാരൊന്നുമില്ല നിന്റെ പാത്രം കഴിവെക്കാൻ. സ്വന്തം പാത്രം ഇവിടെ കഴിക്കൊള്ളണം കേട്ടടാ. ഒരു പാത്രം. എന്റെ അമ്മേ, ഓർക്കുമ്പോ തന്നെ പേടിയാവാ. എന്റെ കാര്യം പിന്നെ പറയണ്ടല്ല, ഞാനിവിടുത്തെ ചെണ്ടയാ. അമ്മേ, ഞാൻ കൊക്കയില് വീണമ്മേ. അമ്മേ, ഞാൻ കൊക്കയില് വീണമ്മേ. അയ്യോ ആണാ? ഞാൻ സ്വർഗത്തിലാണാ നരകത്തിലാണാ? അമ്മയുണ്ടല്ലോ അപ്പൊ നരകത്തില് എന്നെ ഉറപ്പ്. രാവിലെ 10 മണി നേരം കിടന്നുറങ്ങിയിട്ട് അവളെ സ്വർഗവും നരകവും ഏറ്റു പാടിയത് അടുക്കളയിൽ ഒരു നരകം തന്നെ കൺഫേംഡ്. മറിച്ചിട്. എന്താ അമ്മ മറിച്ചിടണ്ടേ? ദോശ മറിച്ചിടേ. അയ്യോ അപ്പൊ കൈ പൊള്ളൂലേ അമ്മേ? ചട്ടവും കൊണ്ട് മറിച്ചിട്. അയ്യോ അമ്മേ, ഒരു ഡൗട്ട്. എന്താണ്? ഇതിലേതാ ചട്ടകം? ഓ താങ്ക് യു അമ്മേ, താങ്ക് യു. ആ ദേ ഇവിടെ അങ്ങോട്ട് അടിച്ചു വരി. എനിക്ക് ചെറുതായിട്ട് കൈയൊന്ന് കഴക്കണുണ്ട് കേട്ടോ അമ്മേ. അതൊക്കെ ശീലാവുമ്പോ മാറിക്കോളും മോളെ. +2 വരെ ഇവിടെ നിന്നിരുന്നപ്പോ എല്ലാ ദിവസവും നീ ഇത് ചെയ്തിരുന്നല്ലേ? അന്ന് ഈ കൈ കഴപ്പൊന്നും കണ്ടിരുന്നില്ലല്ല. ഇപ്പൊ എന്തു പറ്റി? ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോ കൈ കഴക്കണം. ഇനി എന്തായാലേ ഇവിടെ നിന്നല്ലേ ക്ലാസ്സിൽ പോവാൻ പോണത്. അപ്പൊ നമുക്ക് എല്ലാം ശരിയാക്കാന്നേ. ഇപ്പൊ പൊട്ടിയനിപ്പോ മോളെ. ഇവിടെ വെച്ചേക്കണ എല്ലാ സാധനങ്ങളെ വെച്ചേക്കണ സ്ഥലമൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് അങ്ങടാ ഇങ്ങടാ ഒന്നും മാറിയാ എന്നെ അറിയാലോ അല്ലേ? ഇതെന്താണ് 500 വീടാ? ഓ അടിച്ചു വാരാമ്മേ. ഇതൊക്കെ ചെറുത്, ഇതിലും വലുതുണ്ടായിട്ടുണ്ട്. എടി നീ ഇങ്ങോട്ട് ഇറങ്ങിക്കോ മര്യാദക്ക്. എനിക്ക് കേറി വരെ അറിഞ്ഞൂടാണ്ടോന്നല്ല, മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ഞാൻ അറിയില്ല, അമ്മ എന്നെ തല്ലും എനിക്കറിയാം. അയ്യോ ഞാൻ നിന്നെ തല്ലാമോണല്ല, തല്ലോടും. നീ നിന്നോടാ, നിന്നോ. നിന്റെ അവസാനം എന്നാണ്? നീ എന്താ തുണി അലക്കിട്ട് എടുക്കാൻ പറഞ്ഞത്? നീ എന്താണ് പറഞ്ഞത്? എന്താണ് അമ്മ? ഞാൻ അങ്ങനെ എന്ത് ഉദ്ദേശിച്ചത്? അമ്മ എന്താണ്? ഇപ്പൊ അതൊക്കെ ശീലായി. ആ ഇനി അവൻ എന്തായാലും 2-2.5 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്തായാലും കൊച്ചിന്റെ കല്യാണം ഞാൻ ഇപ്പോഴൊന്നും നടത്താനേ ഉദ്ദേശിച്ചിട്ടില്ല. എന്താ ആവശ്യം? പിന്നെ കല്യാണം ജീവിതത്തിൽ വലിയ കാര്യം ഒരിക്കലും അല്ല. പോയപ്പോ എടുത്ത ലോൺ തീർത്തേ, കുറച്ച് സമ്പാദിക്കട്ടെ, എന്നിട്ടൊക്കെ കല്യാണം ഞാൻ നോക്കുന്നുള്ളൂ. എന്റെ ഒരു പോളിസി അനുസരിച്ചേ കല്യാണം അല്ല പ്രൈമറി ആയിട്ട് നോക്കണത്, സെക്കൻഡറി ആണ് കല്യാണം. ആദ്യം ജോലി മേടിക്കണം, അതിനുശേഷം കുറച്ച് സമ്പാദിക്കണം, അതിനുശേഷം ഒക്കെ കല്യാണം ഞാൻ നോക്കുള്ളൂ.
ഓ എന്നാ ശരി ചേച്ചി. ശരി എന്നാ. ആരുമില്ലേ ഇവിടെ? ആരാണാവോ? ഇപ്പൊ പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വന്നോളല്ല. ഹലോ, അറിയോ? അയ്യോ നീയാ? എന്താണ് പെട്ടെന്നൊരു വരവ്? അതൊന്നും അറിയിച്ചും കൂടി ഇല്ലല്ല. ഈ വഴി പോയപ്പോ കേറിയതാടി. വാ വാ അകത്തോട്ട് വാ. ആ നിനക്കപ്പ ഈ വീട് ഓർമ്മയുണ്ടായിരുന്നല്ലേ? പിന്നല്ലാതെ എന്തോരം നടന്ന വഴിയാണ്. ഈ വഴിയൊക്കെ മറക്കാൻ പറ്റുമോ? നീ ഇങ്ങോട്ടായിട്ട് വന്നാണോടി? അല്ലടി, ഇവിടെ അടുത്തേ ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ ദുബായിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആള് മരിച്ച്. അപ്പൊ അതിന്റെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞങ്ങളെ വിളിച്ചിട്ട് വന്നതാ. ഏത് ഫ്രണ്ട്? അത് ദുബായിൽ കൂടെ ഉണ്ടായിരുന്നതാണ്. ഈ വളവ് ഇങ്ങോട്ട് വളഞ്ഞ് ചെല്ലുമ്പോ ഒരു VIP കോളനി ഇല്ലേ, അതിനകത്ത് 4ാമത്തെ വീട്. ആ വഴി ഞാനേ കഴിഞ്ഞ ദിവസം എന്തോ ആവശ്യത്തിന് പോയപ്പോ ഫ്ലെക്സ് കണ്ടായിരുന്നു. മരിച്ചതിന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ കണ്ടായിരുന്നു. അത് തന്നെ. എന്നിട്ട് നീ ഒറ്റക്കൊള്ള? ചേട്ടനെ കൂട്ടായിരുന്നില്ലേ? ഇല്ലടി, ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ ആരെയോ കാണാൻ പോണോന്ന് ഏതൊരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ് കാറിൽ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പഴാണ് ഞാൻ നിന്റെ കാര്യം ആലോചിച്ച്. ഞാൻ പറഞ്ഞു വേണ്ട, അവളൊന്ന് പോയി കാണട്ടെ, കുറെ കാലമായില്ല ഇന്ന് കണ്ടിട്ട്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എനിക്ക് ഇവിടം വരെ എത്തിയപ്പോൾ ഡൗട്ട്, വീടിന്റെ ഇവിടെയൊക്കെ ആകെ മാറിപ്പോയല്ല. പിന്നെ നീ ഇവിടെ ഇല്ലെങ്കിലാന്ന് ഓർത്തിട്ട് ഞാനാണെങ്കിൽ ഫോൺ കൊടുത്തില്ല. ഞാൻ എവിടെ പോവാനാടി? അല്ലടി മോളെ, ആ ചെറുക്കൻ എന്ത് പറ്റിയതായിരുന്നു? എന്ത് പറ്റിയാന്ന് അറിഞ്ഞൂടാ, പെട്ടെന്നൊരു മരണമായി പോയി. ഫാമിലി ആയിട്ട് അവരവിടെ തന്നെ ഇരുന്ന്. ഇപ്പൊ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ചയാണ് മരിച്ചത്. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് ഇന്ന് ഇപ്പൊ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്ത് പറയാനാണ്, തലയിൽ വീഴ്ചയിലേ നടക്കുള്ളൂ. പോയപ്പോ ആർക്ക് പോയി? അവരുടെ ഫാമിലിക്ക് പോയി. ഭാര്യക്ക് വല്ല ജോലിയുള്ളതാണാ? ജോലിയൊന്നുമില്ല അവക്ക്. അയ്യോ, ഇനി അവരെങ്ങനെ ജീവിക്കും? എന്റെ തമ്പുരാനെ, വല്ല വകയുള്ള വീട്ടുകാരാണാടി. വലിയ തരക്കേടില്ലാത്ത ഫാമിലിയാണ്. മരണം മുന്നിൽ കണ്ട പോലെ ആ ചെറുക്കൻ NRIയുടെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചായിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാലം ആ പെണ്ണിനും പിള്ളേർക്കും തരക്കേടില്ലാണ്ട് ജീവിക്കാൻ പറ്റും. NRI ടേം ഇൻഷുറൻസാ? അതെന്ത് ഇൻഷുറൻസ് ആടി? അതെ, പ്രവാസികളായിട്ടുള്ള എല്ലാവരും ഇപ്പൊ എടുത്തു വെക്കുന്ന ഒരു പ്ലാനാണ് NRIയുടെ ടേം ഇൻഷുറൻസ്. അതെടുത്തതിന് ശേഷം നമ്മൾ മരണപ്പെട്ടാലും അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള വലിയ മാരക അസുഖങ്ങൾ വന്നാലും നമ്മുടെ കുടുംബത്തിന് വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ കുടുംബം അത്ര നാളും ജീവിച്ചിരുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കും. കൊള്ളാല്ല. ഇതിലെ 820 രൂപ പോലുള്ള ചെറിയ പ്രീമിയത്തിന്റെ 2 കോടി വരെയും കവറേജ് കിട്ടുന്ന ഇൻഷുറൻസുകൾ ഉണ്ട്. അല്ല, അപ്പൊ ഇതെങ്ങനെ എടുക്കുക? അതെ, ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറുകയാണെങ്കിൽ ഒരുപാട് ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ പറ്റും. നമുക്ക് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പ്രീമിയത്തിൽ പോളിസി എടുക്കാവുന്നതാണ്. ഇത് NRIയുടെ ടേം ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ അത് 18% GSTയുടെ ഇളവുണ്ട്. അതുപോലെ ആനുവലിയാണ് നമ്മളിത് പേ ചെയ്യണമെങ്കിൽ 5% എക്സ്ട്രാ കിട്ടും. അപ്പൊ ടോട്ടലി 23% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അല്ല, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എന്റെ കെട്ടിയോൻ ദുബായിലല്ലേ വർക്ക് ചെയ്തിരുന്നേ, അതുകൊണ്ട് പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഇത് എടുത്തു വെച്ചായിരുന്നു. പിന്നെ ഇപ്പൊ അതേ മോളും മരുമോനും കൂടി ഇപ്പൊ അങ്ങോട്ട് പോയി. അവരും അവിടെയല്ലേ വർക്ക് ചെയ്യണേ. അവരും എടുത്തിട്ടുണ്ട് ഈ NRIയുടെ ടേം ഇൻഷുറൻസ്. എടി, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ വോയിസ് ഇട്ടേക്കിട്ടാ. അവനെ കൊണ്ടൊരു ഇൻഷുറൻസ് എടുപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനിയിപ്പോ എന്തായാലും ഇത് മതി, NRI ടേം ഇൻഷുറൻസ്. അല്ല, നീ മാത്രമുള്ളൂ ഇവിടെ? മോളില്ലേ? അവളെവിടെ ഉണ്ട്. റൂമിൽ നിന്ന് പുറത്തിറങ്ങൂല. അതെന്തൊക്കെ വന്നാലും ഇപ്പൊ ഭൂമിയിലൊക്കെ വന്നാലും വരെ പുറത്തോട്ട് ഇറങ്ങൂല. എന്ത് ചെയ്യാനാണ്? നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ പറമ്പിൽ തന്നെ ഇരുന്നില്ലേരി. ആ തൊടിയിലൊക്കെ അവിടെ ഷോപ്പിംഗ് മോളൊക്കെ വന്നില്ല. അവിടെയൊക്കെ നമ്മൾ എന്തോരം നടന്നേക്കണ് അല്ലേ? പിള്ളേർക്കൊക്കെ വീടിന്റെ ഉള്ളിൽ ആ മുറിയിൽ ഫോണും തോണ്ടി ഇരുന്നാ മതി. പിന്നെ കാലവും മാറിപ്പോയില്ലേ. എന്റെ കല്യാണത്തിന് ശേഷം ഞാനിപ്പോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് ഇത് ആദ്യമായിട്ടാണ്. അന്ന് സുശീല ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് ഞാൻ ചേട്ടന്റെ ഒപ്പം ദുബായിലായിരുന്നു. പിന്നെ എനിക്ക് ഈ വഴിയൊക്കെ നല്ല ഓർമ്മകളാണ്. പണ്ട് ഞാൻ സുധീഷിനെ കാണാൻ വേണ്ടി ഈ വഴിയിലല്ലേ നിന്നിരുന്നത്. അതാണപ്പം നിനക്ക് നല്ല ഓർമ്മ അല്ലേ എൻ്റെ വീട്? അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ചേർന്ന് നിന്റെ വീട്ടിലോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വരും. എന്നിട്ട് അവൻ അവിടെ പോയി നിന്ന് കാണും. ഓർമ്മയില്ല അതൊക്കെ? അതൊക്കെ ഒരു കാലം. നിന്റെ മോള് സുഖമായിട്ടിരിക്കണ? സുഖമായിട്ടിരിക്കണം. നമ്മളായിട്ട് കണ്ടുപിടിച്ച ഒരാളാവുമ്പോ നമ്മളെല്ലാം നോക്കിയിട്ടല്ലേ അങ്ങനെ ഒരു ആളെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. അതുകൊണ്ട് അവള് സുന്ദരായിട്ടിരിക്കണം. അവള് നല്ല ഹാപ്പിയാണ്. എടി, എനിക്കൊന്ന് ബാത്റൂമിൽ പോണം. രാവിലെ തൊട്ടേ വല്ലാത്ത അസ്കിതയാണ് വയറ്റിൻ്റെ ഉള്ളിൽ. എന്ത് പറ്റിയാന്നാവോ? മുമ്പ് ഒന്നിരിക്കുകയാണ്. നീ വാ. ദേ, ഈ റൂമിലാണ് ബാത്റൂം. ചെല്ല്. എടി, ലൈറ്റ് ആ സൈഡിലാണ് കേട്ടാ. ഇനി ആരാണ്? ഹായ് ആൻറ്റി. പാറു ഇല്ലേ ഇവിടെ? പാറു അല്ല, മോളേതാണ്?
ഞാൻ അവളുടെ ഒപ്പം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന. എൻ്റെ പേര് അശ്വതി. ഓ, അശ്വതി അച്ചു. ആ, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു പൂച്ച റോസാപ്പൂ കടിച്ചു പിടിച്ചേക്കണ DP അല്ലേ ഇട്ടേക്കണത്? ആ, അതെ അതെ. ആ, എനിക്കറിയാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. സീതാദേവി_@1969. അതാ എൻ്റെ ID. ഒന്ന് ഫോളോ ചെയ്തേക്കിട്ടാ. ആ, വാ വാ ഇരിക്കി. ആ, അകത്തേ ഭയങ്കര പൊടിയാണ്. 2 ദിവസമായിട്ട് സെർവന്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അകത്തോട്ട് കയറ്റി ഇരുത്താഞ്ഞത്, അല്ലാണ്ട് അറിയാത്തോണ്ടൊന്നല്ല. പാറു, ദേ നിന്റെ കൂട്ടുകാരി വന്നേക്കണേ. അച്ചുവാണ് വന്നത്. ദൈവമേ, അമ്മടെ വായ കയറി കൊടുത്ത. നീ എത്തിയ? എപ്പോഴും ഇവിടെ മോളുടെ കാര്യം പറയാറുണ്ട്, പക്ഷെ ഇത് കാണുന്ന ആദ്യമായിട്ടാട്ടോ. ചേട്ടന്റെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു വിളിച്ചാ? ഏത് ചേട്ടൻ? മോളുടെ ചേട്ടന്റെ കല്യാണത്തലേന്നല്ലേ അവള് നിക്കാൻ അവിടെ വന്നത്? 2 ദിവസം മുന്നേ പോണെന്നും പറഞ്ഞോട്ട് ഇവിടെ കിടന്ന് വാശി പിടിച്ച് നിരാഹാരമായിരുന്നു. എന്നിട്ടാ തലേദിവസം രാവിലെ തന്നെ ഞാൻ വിട്ടത്. ആ, ഏട്ടന്റെ കല്യാണം. അത് അടിപൊളിയായിരുന്നു. തലേദിവസം എല്ലാ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു വീട്ടില്. ഹൽദിയൊക്കെ അടിച്ചു പൊളിച്ച് അല്ലേടി? ആ, അതെ അതെ. ആ, അമ്മൂമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മൂമ്മേ? ഏതമ്മൂമ്മ? ആ, അമ്മൂമ്മക്ക് ശ്വാസം മുട്ടായിരുന്നു. ശ്വാസം മുട്ടാ? അറ്റാക്ക് ആയിരുന്നാണല്ലോ ഇവള് പറഞ്ഞത്. ആ, അറ്റാക്ക് തന്നെ. ശ്വാസം മുട്ടൊന്ന്, അപ്പൊ തന്നെ അറ്റാക്കും വന്ന് മരിച്ചു. അയ്യോ, മരിച്ചാ? അത് ഇവള് പറഞ്ഞില്ലല്ല. എല്ലാം വളരെ വളരെ പെട്ടെന്നായിരുന്നു ആന്റി. അയ്യോ, അത് ഇവള് പറഞ്ഞില്ല കേട്ടാ. എന്താടി പറയാഞ്ഞത്? അമ്മൂമ്മനെ കാണാൻ പോണം, ഒരു 500 രൂപ എനിക്ക് വേണമെന്ന് പോയപ്പോ ഞാൻ കൊടുത്ത്. എന്നാ മരിച്ച കാര്യം എന്നോട് ഇവള് പറഞ്ഞില്ല കേട്ടാ. സോറി അമ്മ, ഞാനത് പറയാൻ മറന്നുപോയി. നല്ല ഭംഗിയുള്ള നൈറ്റ് ഡ്രസ് ആണല്ലോടി, പുതിയതാണോ? നശിപ്പിച്ച്. അപ്പോ ഈ ഡ്രസ്സ് മോള് മേടിച്ചു കൊടുത്തതല്ലേ? അങ്ങനെയാണല്ലോ ഇവള് ഇവിടെ പറഞ്ഞത്. ആ, അത് തന്നെ. ഞാൻ മേടിച്ചു കൊടുത്തത് തന്നെ. ആന്റിക്ക് അറിയാമോന്ന് അറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്തതാ. ഇനി മേടിച്ചു കൊടുക്കണം ഓരോന്ന്. മോളുടെ വീട്ടിൽ എല്ലാരും സുഖമായിട്ടിരിക്കണോ? ആ, എല്ലാരും സുഖമായിട്ടിരിക്കണം. അച്ഛൻ തിരിച്ചു പോയാപ്പാ? അതിന് എന്റെ അച്ഛൻ എവിടെ പോവാൻ? എവിടേക്കാ ആന്റി? ദുബായിലോട്ട്. പോയി. അതൊരു മാസത്തെ ലീവിന് വന്നതാ. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന എന്റെ അച്ഛൻ ദുബായിക്കാരനായി. അങ്ങനെ കൊടുത്തു വിട്ട മിഠായികളൊക്കെ ഞങ്ങൾക്കും തന്നവള്. പിന്നെന്താ സ്പ്രേ ഒരെണ്ണം കൊടുത്തു വിട്ടത്? ഞങ്ങൾ ഇവിടെ 2 പേരില്ലേ, അപ്പൊ എനിക്കും കൊടുത്തു വിടണ്ടേ? അടുത്ത പ്രാവശ്യം എനിക്കും ഒരെണ്ണം കൊടുത്തു വിടാൻ പറയേ. ദേ നിക്കല്ലേ, ഇവളോട് പറഞ്ഞാ മതി. അല്ല, ഇവളെന്നെ ഓർമ്മിപ്പിച്ചോളൂ അല്ല അച്ഛൻ പറഞ്ഞ ടൈം ആവുമ്പോ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞ് സ്പ്രേ കൊണ്ടുവരാ. അല്ലേടി? ആ, ഞാൻ ഓർമ്മിപ്പിക്കാം. വെള്ളം കുറവാണെന്ന് തോന്നുന്നു സീതേ. മോട്ടറൊന്നും ഓണായിക്കോട്ടാ. ഇതാര്? ആ, ഓണാക്കാടാ. ഇന്നലെ രാവിലെ വെള്ളം അടിച്ചതാ, പിന്നെ അടിച്ചിട്ടില്ല. നീയാ? അമ്മായിയാ? ആ, ഞാനിവളുടെ അമ്മായിയാണ്. എന്റെ മൂത്ത ആങ്ങളുടെ മോളാണ് ഇവള്. ഞാൻ പറഞ്ഞിട്ടില്ലേ വർക്ക്ഷോപ്പൊക്കെ ഉള്ളത്. അപ്പോ ദുബായിലുള്ളതാ? ദുബായിലാ? എന്റെ ആങ്ങളൊക്കെ വർക്ക്ഷോപ്പാണ്, ഈ ബൈക്കൊക്കെ നന്നാക്കണ വർക്ക്ഷോപ്പ്. എടി, അച്ഛനോട് പറയണം അവിടെ ഒരു ബൈക്ക് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ചേട്ടന്റെ നിന്റെ അമ്മാവന്റെ കൂട്ടുകാരന്റെ ആണ്. ഒന്ന് വേഗം ശരിയാക്കി കൊടുക്കാൻ പറയണം. എന്തൊക്കെ തിരക്കണമെങ്കിൽ അത് ആദ്യം ശരിയാക്കാൻ പറയണം കേട്ടാ. എല്ലാം പൊളിഞ്ഞ് തോലഞ്ഞ്. അപ്പോ ഇവളുടെ ചേട്ടന്റെ കല്യാണത്തിന് നീ വന്നില്ലായിരുന്നാടി? ചേട്ടനാ? ഇവക്ക് 2 ചേച്ചിയാ ഉള്ളത്. ഒരാൾക്ക് 2 പിള്ളേര്, അടുത്ത ആൾക്ക് ഒരു മോൻ അല്ലേടി? ഓ, അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങള്. അപ്പൊ നീ ഒരു ദിവസം പറഞ്ഞില്ലേടി ഇവളുടെ അമ്മായിയുടെ മോള് ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞോണ്ട് നീ ഒരു ദിവസം ഹാഫ് ഡേ എടുത്ത് കോളേജിൽ നിന്ന് പോയില്ലേടി? അത് ഈ അമ്മായി ആയിരുന്നടി? അമ്മായിയുടെ മോളാ? ഇവളുടെ അമ്മായി ഞാനല്ലേ? എന്റെ മോളെ നല്ല അന്തസ്സായിട്ടാണ് ഞാൻ കെട്ടിച്ചു വിട്ടത്. പോയി, എല്ലാം കയ്യിന്ന് പോയി. എന്റെ ശവം അടക്കുന്നായിരിക്കും. അവൾ ഒളിച്ചോടിപ്പോയൊന്നുമില്ല. ഇതാരാണ് ഇതൊക്കെ പറഞ്ഞു നടക്കണല്ലേ?
ഓ അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ്. എടി നിന്റെ അമ്മ മരിച്ചിട്ട് 5-6 കൊല്ലം കഴിഞ്ഞില്ലേ? അമ്മ മരിച്ചിട്ട് ഇപ്പൊ 7 കൊല്ലാവും ഈ കർക്കിടകത്തില്. അമ്മ മരിച്ച കഴിഞ്ഞ മാസം ഒന്ന് പറഞ്ഞു പോയല്ലോ തൊലഞ്ഞടി. ആ ദേ ചേട്ടനെത്തി, കേറൂല വിളിച്ചാലും. എന്നാ ഞാൻ ഇറങ്ങട്ടെടി, നീ വരണ്ട, വീട്ടിലോട്ടാക്കി തരാം. ഇല്ല, അശ്വതി അച്ചു കുറച്ചേരം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ആ ശരിയടി, എന്നാ പിന്നെ ഒരു ദിവസം വരാം. പോട്ടെ മോളെ. ശരി. ഹലോ, പ്രവാസികളായിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ട ഒന്നാണ് NRI ടേം ഇൻഷുറൻസ്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് ഇട്ടുണ്ട്. അതുവഴി കയറുകയാണെങ്കിൽ ഒരുപാട് കമ്പനികളുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പ്രീമിയത്തിൽ പോളിസി തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ പ്രവാസികളായതുകൊണ്ട് തന്നെ 18% വരെ GST ഇളവുണ്ട്. അതുപോലെ ആനുവലിയാണ് നിങ്ങൾ പേ ചെയ്യുന്നതെങ്കിൽ 5% എക്സ്ട്രയും കിട്ടും. അപ്പോൾ ടോട്ടൽ 23% ഇളവ് ലഭിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് ഉണ്ട്, എല്ലാവരും കയറി നോക്കണേ. താങ്ക്